എന്നതാ ശരിക്കും കാച്ചിലല്ലേ? കാട്ടുകാച്ചില. ഇത് കാട്ടിൽ മാത്രമേ വളരുള്ളൂ. പറമ്പ് കൊണ്ട് കുഴിച്ചിട്ടാലും അത് അത്ര ഗുണമാവില്ല. ഇത് കാട്ടുകാച്ചിലാണ് കേട്ടോ. നമ്മുടെ സാധാരണ കാച്ചിലല്ല, കാട്ടിൽ നിന്ന് പറിക്കുന്ന കാച്ചിലാണ്. അപ്പം ഈ കാട്ടുകാച്ചിൽ കഴിച്ചിട്ടുള്ളവരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും ഒക്കെ പിന്നെ ഇത് കണ്ടിട്ടുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കാട്ടുകാച്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കാട്ടുകാച്ചിൽ പുഴുങ്ങുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും വിടാതിരുന്നത്. അപ്പോൾ ഈ ഒരു കാച്ചിൽ കാണുമ്പോൾ നമ്മുടെ നാടൻ കാച്ചിലൊക്കെ പോലെ തോന്നുമെങ്കിലും ഇത് നമ്മൾ കാട്ടിൽ നിന്ന് പറിച്ച കാച്ചിലാണ് കേട്ടോ. കാട്ടിൽ പോയി അവിടെ പോയി മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുത്ത് പറിച്ച് കൊണ്ടുവന്ന കാച്ചിലാണ്. കാണാൻ നമ്മുടെ നാട്ടുകാച്ചിലൊക്കെ പോലെ ഇരിക്കുമെങ്കിലും ഇത് കാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാച്ചിലാണ് കേട്ടോ. കാടിൻ്റെ ഉൾവനങ്ങളിലാണ് ഈ ഒരു കാച്ചിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. സാധാരണ കാച്ചിൽ ഒരുപാടങ്ങ് മണ്ണിനടിയിലോട്ട് വളരത്തില്ല. എന്നാൽ ഈ ഒരു കാച്ചിൽ നന്നായിട്ട് മണ്ണിനടിയിൽ നിന്ന് വേണം കേട്ടോ ഈ ഒരു കാച്ചിൽ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാട്ടുകാച്ചിൽ കഴിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടുള്ളവരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും പറയുന്നത് ഇതിന് നല്ല ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സാധാരണ കാച്ചിൽ പോലെ തന്നെ ഇരിക്കുന്ന നമ്മുടെ കാട്ടുകാച്ചിലിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുക്കുന്നുണ്ട്. തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ മണ്ണുണ്ടായിരിക്കുവേ. പിന്നെ ഈ ഒരു കാച്ചിലിൻ്റെ പ്രത്യേകത, നമ്മൾ സാധാരണ ചേനയൊക്കെ ചെത്തുമ്പോഴത്തേക്കിന് നമ്മുടെ കൈയൊക്കെ ചൊറിയത്തില്ലേ, അതുപോലെ ചെറുതാക്കി ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് എണ്ണയൊക്കെ കയ്യിൽ തേച്ച് കഴിയുമ്പോഴത്തേക്കിന് ഒരു ചൊറിച്ചിലൊക്കെ മാറും. പിന്നെ നമ്മുടെ സാധാരണ കാച്ചിലിന് അങ്ങനെ ചൊറിച്ചിലില്ല. അപ്പം ഇതിന് അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ കാച്ചിലൊക്കെ നമുക്ക് വേഗം കഴുകിയെടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാച്ചിലൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തേരം വലിപ്പമാണോ വേണ്ടത്, നമ്മുടെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര വലിപ്പം വേണോ ആ ഒരു രീതിക്ക് നമുക്ക് കാച്ചിലൊക്കെ ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു വേവും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വേവിക്കുമ്പോൾ നല്ല വേവുണ്ട്. സാധാരണ കാച്ചിലിലും നല്ല അധികമായിട്ട് കൂടുതൽ വേവ് ഇതിനുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു മീഡിയം ടൈപ്പിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കാച്ചിൽ പുഴുങ്ങുന്ന വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാച്ചിലൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കാച്ചിൽ വേവിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സാധാരണ ചേമ്പൊക്കെ വേവിക്കുമ്പോഴത്തേക്കിന് നമ്മൾ അതെല്ലാം നികത്തി മൂടി കിടക്കത്തക്ക രീതിയിലായിരിക്കും വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ പകുതി വെള്ളം ഒഴിച്ചാണ് കേട്ടോ വേവിക്കുന്നത്. ഇത് മൂടി കിടക്കത്തക്ക രീതിയിൽ അല്ല വെള്ളം ഒഴിക്കുന്നത്. പകുതി വെള്ളം ഒഴിച്ച് ആ വെള്ളം വറ്റുന്നിടം വരെയാണ് കേട്ടോ വേവിക്കുന്നത്. സാധാരണ നമ്മൾ ചേമ്പൊക്കെ വേവിക്കുമ്പോൾ ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയത്തില്ലേ, അപ്പം ഇതിനങ്ങനെ വെള്ളം ഊറ്റിക്കളയുന്നില്ല കേട്ടോ. പകുതി വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആ വെള്ളം വറ്റുന്നിടം വരെ ആയിരിക്കും ഇതിൻ്റെ വേവെന്ന് പറയുന്നത്. അധിക സമയം എടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് വരാൻ. അപ്പം അങ്ങനെ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കാട്ടുകാച്ചിലൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാന്താരിമുളകും കൂട്ടി നമുക്ക് നമ്മുടെ കാട്ടുകാച്ചിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.